നമസ്കാരം. സ്വന്തം രാഷ്ട്രീയ അധികാരവും പഞ്ചസാരയിൽ പൊതിഞ്ഞ സംസാരവും കൊണ്ട് ഇരകളെ വീഴ്ത്തി ഒരു ഇരപിടിയും ചിലന്തിയുടെ ലാഘവത്തോടുകൂടി ചോരയും നീരുമൂറ്റി വലിച്ചെറിയുന്ന വെറും കാമക്കൊതിയന്റെ കുപ്പായത്തിലേക്കാണ് തേച്ചുമിനുക്കിയ ഖദറിന്റെ വെള്ളയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ദിവസങ്ങൾ കൊണ്ട് അധപ്പതിച്ചത്. രാഹുൽ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കേണ്ട ഒരു പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം പോലും അലങ്കരിക്കാൻ യോഗ്യനായിരുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായില്ല. പക്ഷേ വ്യക്തി ജീവിതവും രാഷ്ട്രീയവും ഇടകലർത്തി രാഷ്ട്രീയത്തെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തതോടുകൂടി ഭാവി തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞു രാഹുൽ. രാഹുലിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട ഇടതുപക്ഷവും കോൺഗ്രസ് നേതാക്കന്മാർ പോലും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ആ ഉയർച്ചയിൽ നിന്നാണ് വെറും സ്ത്രീലമ്പടന്റെ പടുകുഴിയിലേക്ക് രാഹുൽ വീണിരിക്കുന്നത്. ഇനി ഒരു ഉയർച്ച കേരള രാഷ്ട്രീയത്തിൽ രാഹുലിന് അത്ര എളുപ്പമല്ല. ഒരു പരാതി മാത്രമായിരുന്നപ്പോൾ അത് യുവതിയുടെ ബന്ധം വെളിപ്പെടുത്താത്ത വിവാഹബന്ധവും മറ്റും ഉപയോഗിച്ച് രാഹുലിന്റെ സൈബർ പോരാളികൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ ശക്തമായ തെളിവുകളും ആരോപണങ്ങളുമായി രണ്ടാമതൊരു യുവതി കൂടി കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ പരാതി സമർപ്പിച്ചതോടുകൂടി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണ്ട് തിരശ്ശീല വീണുകഴിഞ്ഞു. ഒരു നിലവിളക്ക് പോലെ ആളിക്കത്തി കരിന്തിരികെട്ട് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ കേരള മനസാക്ഷിക്ക് മുന്നിൽ എരിഞ്ഞടങ്ങുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചത്. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാകുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ഇന്ന് നിർണായകമാണ്. ഒളിവിൽ പോയ MLA-ക്കായി കേരളത്തിനകത്തും പുറത്തും തിരച്ചിൽ നടക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് അല്പസമയത്തിനകം പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തനിക്കെതിരായ പരാതിയിലെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെ രാഹുലിനെതിരെ വീണ്ടും പീഡന പരാതി കഴിഞ്ഞ ദിവസം ഉയർന്നതും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ബാംഗ്ലൂരു സ്വദേശിനിയായ യുവതിയാണ് ഇമെയിലിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി അയച്ചത്. താൻ നേരിട്ടത് ക്രൂര ലൈംഗിക പീഡനമാണ് എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പരാതി ചൊവ്വാഴ്ച പകൽ 12:47 KPCC നേതൃത്വത്തിന് ലഭിച്ചത്. പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതായി സണ്ണി ജോസഫ് തന്നെ അറിയിക്കുകയും ചെയ്തു. അന്വേഷണ സംഘത്തിന് പരാതി കൈമാറണമെന്നും യുവതിയോട് നിർദ്ദേശിച്ചതായി KPCC നേതൃത്വം തന്നെ അറിയിച്ചു. അതോടുകൂടി കോൺഗ്രസ് പ്രസ്ഥാനവും രാഹുലിനെ കൈവിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്ത വിവരവും കൈമാറിക്കഴിഞ്ഞു. രാഹുലിന്റെ പേരിൽ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണിതെന്നും സൂചനയുണ്ട്. ഇവരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അന്ന് വിവരം തേടിയിരുന്നു. ഇതോടെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. അതേസമയം ഒളിവിലുള്ള രാഹുലിനായി കേരളത്തിനകത്തും പുറത്തും പോലീസ് തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇതുവരെയും ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശത്തുണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും രാഹുലിനെ കണ്ടെത്താനുമായിട്ടില്ല. കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫും ഒപ്പമുണ്ടെന്നാണ് വിവരം. രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെന്നും സംശയിക്കുന്നു. ഫോൺ ഇടയ്ക്ക് ഓണായതും പോലീസ് കണ്ടെത്തി. എന്നാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ട്. സ്ത്രീ പീഡന പരാതിയിൽ അന്വേഷണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചന നൽകി കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നതോടുകൂടി കേരള രാഷ്ട്രീയം വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുരളീധരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. KPCC പ്രസിഡന്റ് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ ഇതോടുകൂടി പറയേണ്ടി വരും. കേരള രാഷ്ട്രീയത്തിൽ ഉദയം കൊള്ളേണ്ട ഏറ്റവും നല്ല പദവി അലങ്കരിക്കേണ്ടിയിരുന്ന ഒരു നേതാവ് സ്വന്തം കുഴി തന്നെ തോണ്ടിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചരിത്രം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഓർക്കുമെന്ന കാര്യം ഉറപ്പാണ്.